താങ്ക്സ്. അങ്ങനെ കാത്തിരുന്ന് എന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. ആരാധികയെ സമ്മതിക്കണം. കവി ഉണ്ടായതല്ല, ഒരു ആരാധന കൊണ്ട് കവിയെ സൃഷ്ടിച്ചതാ. കഴിവുള്ളവരെ ആരാധിച്ചതുകൊണ്ടാ അയാള് കവിയാവുന്നത്. അപ്പോ കവിയുടെ മനസ്സിന് തന്നെയാണ് പ്രാധാന്യം. ഉല്ലാസ, പബ്ലിഷർ. ഹലോ. ആ ഹരി, പുസ്തകം കൈ കിട്ടിയോ? കിട്ടി. ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ആ, ഞാൻ എൻ്റെ സൗഹൃദ വലയങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തി. നല്ല അഭിപ്രായമാണ്. വരികളിലെ ഗ്രാമീണത എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. തന്റെ ആരാധികയ്ക്ക് പുസ്തകം കിട്ടിയോ? നിത്യ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ആ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പബ്ലിക്കേഷനെ ഇനി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഇതുപോലെ ആരുടെങ്കിലും കൈകളിൽ അറിയപ്പെടാത്ത കവിതകളിലെ വിലയേറിയ വരികളുണ്ടെങ്കിൽ അധികം വിളിച്ചു കാണിക്കാലോ. ആ, ഒന്ന് ഹരിക്ക് കൊടുക്കാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ, ഓക്കെ. ഹലോ. ആ ഹരി, വേറൊരു സർപ്രൈസ് ഉണ്ട്. പുസ്തകത്തിന്റെ കാര്യമാണ്. നമുക്കത് നേരിട്ടെണ്ണം പറയാം. എന്നാലും എന്താ സർപ്രൈസ്? തൽക്കാലം പുസ്തകം ഇറങ്ങിയതിന്റെ സന്തോഷമൊക്കെ നടക്കട്ടെ, ഞാൻ വിളിച്ചോളാം. ശരി. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറി. ഇനി വേറെന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അയാളെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. എനിക്ക് അമ്മാവനെ ഒന്ന് കാണിക്കണം. താൻ കലക്കി കളഞ്ഞല്ലോടോ. ഇത്രയും വലിയൊരു കവിയാണ് ഇവിടെ ഈ മൂലയില് ഒതുങ്ങി കഴിഞ്ഞിരുന്നത് അല്ലേ? അങ്ങനെ വലിപ്പമൊന്നും ഈ കവിതകൾക്കില്ലെങ്കിലേ. ഇപ്പോ ആർക്കും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാവുന്നല്ലേ ഉള്ളൂ. സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്. പക്ഷേ കൊള്ളാവുന്ന ഒരു പബ്ലിഷർ ഈ കവിത തേടി വന്നില്ലേ? അപ്പൊ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഹരി സാർ, കൈ കൊടുങ്ക സാർ. സൂപ്പർ ആയിരുന്നു சார். எப்போதுமே நம்ம லைஃப்ல சங்கடம் தான். ஆனா இப்ப நீங்க பாருங்க, எல்லாரோட முகத்தும் ஒரு சிரிப்பு இருக்குது. அதுக்கெல்லாம் காரணம் நீங்க தான் சார். നിങ്ങളോட പുസ്തകം താ സാർ. ഞാനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇത് നിത്യ ചിന്തിച്ചു. ഇയാൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും മേശയുടെ അവിടെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഇനിയിപ്പോ ഞാനെടുത്ത് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആളുകൾ തേടി വരുമല്ലോ. സാർ, കവിതയെല്ലാം நல்லா இருக்கு. நீங்களே ஏன் சினிமா ஒன்றும் ட்ரை பண்ணல? பாட்டு எழுதலாமே. എന്റെ ശരവണ, അത്തരം ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. എന്തിനാടോ വേണ്ടെന്ന് വെക്കുന്നത്? സിനിമ ട്രൈ ചെയ്തു. മുമ്പൊരിക്കല് സിനിമക്കാരെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് അങ്ങ് നാട്ടില്. അവര് എന്റെ ഒരു കവിത സിനിമയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചിട്ടുമുണ്ട്. പണമൊക്കെ ഓഫർ ചെയ്തതാ. എന്നിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്താലും അതിന്റെ പിന്നിലൊരു ചതി ഉണ്ടാവുമല്ലോ. പിന്നെ ജീവന്റെ വിചാരണ നടക്കുമ്പോ വീട്ടിൽ നിന്ന് ആരും കോടതിയിലെത്താൻ സാധ്യതയില്ല. അത് നിനക്കങ്ങനെ അറിയാം?
ഞാനൊരു ഓൺലൈൻ പത്രക്കാരനെ കൊണ്ട് അവിടേക്കൊന്ന് വിളിപ്പിച്ചിരുന്നു. അവരുടെ കാര്യം അറിയാലോ. ഒരാളുടെ ചങ്കിനകത്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവരും മിടുക്കരാ. കുത്തി ചോദിച്ചപ്പോ ജീവന്റെ ഒരു കാര്യത്തിനും പോകില്ലെന്നാ വീട്ടുകാര് പറഞ്ഞത്. സാക്ഷി പറയാൻ ആരും വന്നില്ലെങ്കിൽ രക്ഷിച്ചെടുക്കാന്നല്ലേ വക്കീല് പറഞ്ഞത്. രാമമൂർത്തി സാറ് നടക്കുമെന്നുള്ള വിശ്വാസത്തില. അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ മറ്റുള്ളവർക്ക് അസാധ്യമായത് എന്തും ചെയ്യുന്നു തന്നെ. ഇനിയൊന്ന് പുറത്തിറങ്ങാൻ അവസരം ഉണ്ടെങ്കിൽ കാത്തിരിപ്പോ പ്ലാനിങ്ങോ അങ്ങനെ ഒന്നുമില്ല. കയ്യിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധം കൊണ്ടങ്ങ് കയറി ചെല്ലും. ഓരോന്നിനായിട്ട് വെട്ടി വീഴ്ത്തും.